നവസന്ധ്യ ടാറോട്ട് ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായ ദിവസമായിരിക്കട്ടെ. ഇന്ന് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ദിവസം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നത്തെ നല്ലൊരു റീഡ് ലഭിക്കുന്നതിനും യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ഓരോ സൗഭാഗ്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്തോറും നമ്മളിലേക്ക് സമ്പൽ സമൃദ്ധികൾ വന്ന് നിറയുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, നന്ദിയുള്ള മനസ്സായിരിക്കണം. നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. തീർച്ചയായും നമ്മളുടെ കാര്യങ്ങൾ എല്ലാം വിജയത്തിലേക്ക് തന്നെ പോകും. നമ്മൾക്ക് നേടുവാൻ എല്ലാം സാധ്യമാകും. അതുകൊണ്ട് നമുക്കിന്ന് വീട് നോക്കാം. യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഇന്നത്തെ ദിവസം അവർക്കുള്ള കറണ്ട് എനർജി എന്താണ്? എന്തിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്? നോക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഇന്ന് എന്തിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്? ഇന്ന് എന്ത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നൽകുന്നത്? വ്യൂവേഴ്സ്, ഇന്നത്തെ കറണ്ട് എനർജി വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികമായ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നമ്മൾ ജീവിതത്തിലേക്ക് തുടങ്ങുന്ന ഇന്നത്തെ ഈ ദിവസത്തിൽ വന്നിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയിലേക്ക് വരുന്നതായ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നല്ലൊരു അവസരമാണ്. ആ സമൃദ്ധി എന്ന് പറയുന്നത് നല്ല സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ളതാവാം, അല്ലെങ്കിൽ നല്ല വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതാവാം. ഇന്ന് ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇന്ന് ബുദ്ധിപരമായി നമ്മൾ നേടിയെടുക്കേണ്ടതായ കാര്യം ക്യൂൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു, അതിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യം വളരെ സത്യസന്ധതയോടുകൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്ത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്? ദി എംപറർ കാർഡാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമുക്ക് ഒരു അടുക്കും ചിട്ടയും അനിവാര്യമാണ്. നമുക്ക് എന്ത് കാര്യമാണോ നേടിയെടുക്കേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിന് വേണ്ടുന്നതായ അടുക്കും ചിട്ടകളും പടിപടിയായി ഓരോന്നായി നമ്മൾ ചെയ്തു തീർക്കേണ്ടതാണ്. അടുക്കും ചിട്ടയിൽ കൂടെ നമുക്കൊരു ഘടന തന്നെ വരുന്നതാണ്. ഒരു എംപറർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുക്കും ചിട്ടയും നല്ല ഉള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകണം എന്നാണ് നമ്മുടെ ഡിവൈൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു ഓൾ.